ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, എനിക്കും സുഖമാണ്. ഇന്നൊരു അടിപൊളി കൊഴുക്കട്ടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ രാത്രി ഡിന്നറായിട്ടോ അല്ലെങ്കിൽ ചായക്കൊക്കെ എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി ഒന്ന് കാണണം. കൂടാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും കൂടി വേണം. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതിനായി ഞാൻ എടുത്തേക്കുന്നത് 2 കപ്പ് അരിപ്പൊടിയാണ്, പുട്ടുപൊടിയല്ല. 240 ml മെഷർമെൻറ്റ് കപ്പിലാണ് എല്ലാം മെഷർ ചെയ്തേക്കുന്നത്. ഇതിലിനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1.5 കപ്പ് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്താൽ മതിയാകും. തിളച്ച വെള്ളം ആയതുകൊണ്ട് കൈ കൊള്ളാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ ചൂടൊന്ന് ആറി വരുമ്പോഴേക്കും നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുത്താൽ മതിയാകും. അങ്ങനെ മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഫില്ലിങ്ങിന് ആവശ്യമായ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. 1/2 കിലോ ശർക്കരയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. നന്നായി തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ശർക്കര പാനി റെഡി ആയിട്ടുണ്ട്. ഇനി അതൊരു പാനിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം. ശർക്കരയിലുള്ള അഴുക്കൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അരിച്ചൊഴിക്കുന്നത്. ഇല്ലെങ്കിൽ ചിലപ്പോൾ കല്ലൊക്കെ കടിക്കുകയൊക്കെ ചെയ്യും, അതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് ഒരു തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഈ ഫില്ലിങ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പലഹാരമാണ് കൊഴുക്കട്ട. ഇതിനകത്തിന് 2-3 ഏലക്ക ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ തേങ്ങ ഒന്ന് വിളയിച്ചെടുക്കാം. ശർക്കര പാനിയൊക്കെ നന്നായി വറ്റി വരും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ എനിക്ക് കൊതി വരുന്നു കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് ഈ ഫില്ലിങ്ങിന്. ഇനി കുഴച്ച് വെച്ച മാവ് ചെറിയ ചെറിയ ബോൾസാക്കി ഫില്ലിങ് വെക്കാൻ വേണ്ടിയിട്ടൊന്ന് കുഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി ഇത് പതുക്കെ പ്രസ് ചെയ്ത് ബോൾസാക്കി എടുക്കാം. മെല്ലെ മെല്ലെ ചെയ്താൽ മതി, പൊട്ടിപ്പോകരുത്. നല്ല സോഫ്റ്റ് കൊഴുക്കട്ടയാണിത്. കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഒരു ഇഡലി കുട്ടുവത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വെക്കാം. ഇതിൻ്റെ മേളിലേക്ക് ഒരു പാത്രം കൂടി വെച്ച് നമ്മൾ ഉരുട്ടിയെടുത്ത കൊഴുക്കട്ട വെച്ച് കൊടുക്കാം. എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് ആവിയേറ്റിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൂടാതെ നിങ്ങളെ വിലയേറിയ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റിലൂടെ അയക്കണം. മറക്കാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും കൂടി വേണം. നിങ്ങൾ തരുന്ന സപ്പോർട്ട്